നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ 2027 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം കേരളം എത്ര രൂപ ചെലവാക്കിയെന്നും വരാനിരിക്കുന്ന വർഷം സർക്കാർ ലക്ഷ്യമിടുന്ന വരുമാനവും ചിലവും എത്രയാണെന്നും നമുക്ക് മനസ്സിലാക്കാം. കേരളം ഇപ്പോൾ കടക്കെണിയിലാണോ അതോ കരുത്തുറ്റ വളർച്ചയിലാണോ എന്ന് കൂടി മനസ്സിലാക്കാം. ആദ്യമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കേരളത്തിന്റെ കണക്കുകൾ നോക്കാം. ധനമന്ത്രിയുടെ കണക്കനുസരിച്ച് 2026 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ ആകെ ചിലവ് 1,92,456 കോടി രൂപ ആയിരിക്കുമെന്നാണ് പുതുക്കിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിന്റെ വലിയ മുന്നേറ്റം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. 2025-26 കാലയളവിൽ 83,731 കോടി രൂപ തനത് നികുതി വരുമാനമായി ലഭിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതത്തിൽ കുറവുണ്ടായിട്ടും സംസ്ഥാനം സ്വന്തം നിലയിൽ വരുമാനം വർദ്ധിപ്പിച്ചതാണ് ഈ പ്രതിസന്ധി മറികടന്നെന്ന് ബജറ്റ് അവകാശപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് വരാനിരിക്കുന്ന 2027 സാമ്പത്തിക വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുകളിലേക്ക് കടക്കാം. കേരളത്തിന്റെ വികസനത്തിനായി സർക്കാർ തയ്യാറാക്കിയ പ്രധാന സാമ്പത്തിക കണക്കുകൾ കൂടി നോക്കാം. 2026-27 വർഷത്തെ വാർഷിക പദ്ധതിക്കായി 35,750 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇത് മുൻ വർഷത്തേക്കാൾ 10% കൂടുതലാണ്. വരും വർഷം 1,82,972 കോടി രൂപ റവന്യൂ വരുമാനമായി ലഭിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. അതേസമയം റവന്യൂ ചെലവുകൾ 2,17,558 കോടി രൂപ ആയിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. വരുമാനത്തേക്കാൾ ചിലവ് കൂടുതലായതിനാൽ ഏകദേശം 34,586 കോടി രൂപയുടെ റവന്യൂ കമ്മി ഈ ബജറ്റ് പ്രവചിക്കുന്നുണ്ട്. കേരളത്തിന്റെ കടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എപ്പോഴും സജീവമാണല്ലോ. 2025-26 വർഷത്തിൽ കേരളത്തിന്റെ ആകെ കടം 4,88,910 കോടി രൂപ ആണെന്ന് ബജറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനവും കടവും തമ്മിലുള്ള അനുപാതം 38.47% നിന്നും 4 വർഷം കൊണ്ട് 33.44% കുറഞ്ഞുവെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അതായത് സാമ്പത്തിക വളർച്ചയുടെ ടേക്ക് ഓഫ് ഘട്ടത്തിലാണ് കേരളമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. ബജറ്റിൽ നടത്തിയ ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കൂടി മനസ്സിലാക്കാം. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തിയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇതിനകം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവയുടെ കുടിശ്ശിക അനുവദിക്കുന്നതിൽ ചില താമസങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായി നികുതി അടയ്ക്കുന്നവരെ ആദരിക്കാനും പുരസ്കാരങ്ങൾ നൽകാനുമായി 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെ കുറിച്ചാണ്. നിലവിൽ 1,600 രൂപയായിരുന്ന ക്ഷേമ പെൻഷനുകൾ 2,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി മാത്രം 14,500 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. കൂടാതെ മറ്റൊരു സുപ്രധാന പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി. നിലവിൽ മറ്റു പെൻഷനുകൾ ഒന്നും ലഭിക്കാത്ത 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1,000 രൂപ ഈ പദ്ധതിയിലൂടെ ലഭിക്കും. ട്രാൻസ് വുമൻസിനും ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന പ്രത്യേകതയുണ്ട്. 3,720 കോടി രൂപയാണ് ഇതിനായി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. തൊഴിലന്വേഷകരായ ചെറുപ്പക്കാർക്ക് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ തൊഴിൽ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന 5 ലക്ഷം യുവാക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചേക്കാം. 400 കോടി രൂപയാണ് ഇതിനായുള്ള വിഹിതം. അങ്കണവാടി ജീവനക്കാർക്കും ആശാ വർക്കർമാർക്കും വലിയ ആശ്വാസമാണ് ഈ ബജറ്റ്. അങ്കണവാടി വർക്കർമാരുടെ ശമ്പളത്തിൽ 1,000 രൂപയും ഹെൽപ്പർമാർക്ക് 500 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആശാ വർക്കർമാർ, പ്രീ പ്രൈമറി അധ്യാപകർ, സാക്ഷരത പ്രേരകുമാർ എന്നിവർക്കും പ്രതിമാസം 1,000 രൂപ വീതം ശമ്പളം കൂട്ടിയിട്ടുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികളുടെ ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനം വരുത്തിയിട്ടുണ്ട്. വ്യവസായ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്തതിലൂടെ 1.18 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപക താൽപര്യമാണ് കേരളത്തിൽ ലഭിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. IT മേഖലയിൽ വർക്ക് നിയർ ഹോം പദ്ധതി 200 കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനായി 150 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ കായിക മേഖലകളിൽ ഗോത്ര മേഖലയിലെ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്ന സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പദ്ധതിക്കായി 60 കോടി രൂപയും കുട്ടികൾക്കായി ഹെൽത്തി കിഡ്സ് പ്ലേ ഫോർ ഹെൽത്ത് എന്ന പദ്ധതിക്കായി 7.5 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിൽ പൈപ്പ് കുടിവെള്ളം എത്തിക്കുന്ന ജൽ ജീവൻ മിഷന് വേണ്ടി 659 കോടി രൂപയാണ് സംസ്ഥാന വിഹിതമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവതരിപ്പിച്ച ബജറ്റ് ആയതുകൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾ വളരെയധികം നിർണായകമാണ്. എന്നാൽ സാമ്പത്തിക വശം നോക്കുമ്പോൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ എത്രത്തോളം മെച്ചപ്പെട്ടു എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ബജറ്റിന് മുന്നോടിയായി അവതരിപ്പിക്കപ്പെട്ട 2025 വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 2024-25 വർഷത്തിൽ GSDP 6.19% വളർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GSDP ഉള്ള ആദ്യ 10 സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം. അതേസമയം കേരളത്തിന്റെ ധനക്കമ്മി വർദ്ധിക്കുന്നത് ഒരു ആശങ്ക തന്നെയാണ്. ധനക്കമ്മി 3.02% നിന്ന് 3.86% ഉയർന്നു എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റവന്യൂ കമ്മി 1.69% നിന്നും 2.49% ഉയർന്നിട്ടുണ്ട്. തനത് വരുമാനം 2.7%, തനത് നികുതി വരുമാനം 3.1% എന്നിങ്ങനെയാണ്. സംസ്ഥാനത്തിന്റെ റവന്യൂ മൂലധന ചെലവും കൂടിയിട്ടുണ്ട്. റവന്യൂ ചെലവ് വർധന 0.5%
എന്ന നിലയിൽ നിന്ന് 9.3% ഉയർന്നു. മൂലധന ചെലവ് 0.48% നിന്നും 8.96% ഉയർന്നിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം ഏകദേശം 34,586 കോടി രൂപയുടെ റവന്യൂ കമ്മി റിപ്പോർട്ട് ചെയ്തേക്കാമെന്നും ബജറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ റവന്യൂ കമ്മി കുറയ്ക്കുക എന്നത് സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്.